കഴുകി വെച്ച മീൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ക്വാർട്ടേഴ്സിലാണ് താമസം. അത് കാരണം സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ്. ചട്ടിയിൽ വെള്ളമൊക്കെ വറ്റുമ്പോൾ നമ്മളതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. രണ്ട് പേർക്കുള്ള കറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളി ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ. അതൊന്ന് നമ്മൾ ആ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അത് ആ എണ്ണയിലൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് നല്ല മിക്സായി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ ഒന്നിച്ചിരി തിളക്കാൻ വേണ്ടി വെക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച വെളുത്തുള്ളി, ഒരു 2-3 ഇതൾ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവാൻ വേണ്ടി വെക്കാം. ഇവിടെ നമ്മൾ കറി ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ പൊതിർത്ത് വെച്ച പുളിവെള്ളം ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇച്ചിരി വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളക്കാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. മീൻ മുളകിട്ടത് ഇവിടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് എന്തെങ്കിലും ഉപ്പോ എരിവോ കുറവുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോൾ മീനൊക്കെ ഏകദേശം വെന്ത് കാണും. അത്യാവശ്യം നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. പിന്നെ ചട്ടിയിലായത് കാരണം നമ്മൾ ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടി അതിൻ്റെ ചൂടിൽ ഇതിങ്ങനെ തിളച്ച് തണിയുമ്പോഴേക്ക് നല്ല കുറുകി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ മുളകിട്ടത്.